ഹലോ, എല്ലാവർക്കും നമസ്കാരം. യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ജർമ്മനിയിൽ സെറ്റിൽ ചെയ്യുന്നതിനെ പറ്റിയാണ്. അതായത് ബ്ലൂ കാർഡ് കിട്ടുന്നിടം തൊട്ട് PR കിട്ടുന്നിടം വരെയുള്ള പ്രോസസ്സിനെ പറ്റി. കാരണം നമുക്ക് നമ്മുടെ ഗൂഗിൾ ഫോമിൽ ഏറ്റവും കൂടുതലായിട്ട് വന്ന റിക്വസ്റ്റ് ഈ PRനെ പറ്റിയായിരുന്നു. ജർമ്മനിയിൽ എങ്ങനെ ഒരാൾക്ക് സെറ്റിൽ ചെയ്യാം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഗൂഗിൾ ഫോം കൺസിഡർ ചെയ്യുന്നതിലും അതുപോലെ അതിൽ സജഷൻസ് എഴുതുന്നതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ പെർമനൻ്റ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഇവർക്ക് പെർമനൻറ്റ് റെസിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ PR ഉണ്ടെന്നൊക്കെയാണ്. അപ്പോൾ ജർമ്മനിയിൽ ഇതിന് ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ സെറ്റിൽമെൻറ്റ് പെർമിറ്റ് എന്നും അതുപോലെ ജർമ്മനിൽ പറയുവാണെങ്കിൽ നീഡർലാസൻസ് എർലൗബ്നിസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം രണ്ട് ടൈപ്പിലുള്ള സെറ്റിൽമെൻറ്റ് പെർമിറ്റ് ഉണ്ട് ജർമ്മനിയിൽ. ഒന്നെന്ന് പറയുന്നത് നോർമൽ സെറ്റിൽമെൻറ്റ് പെർമിറ്റ്. അപ്പം ഈ സെറ്റിൽമെൻറ്റ് പെർമിറ്റ് ഉപയോഗിച്ച് നമുക്ക് ജർമ്മനിയിൽ പെർമനൻ്റ് ആയിട്ട് താമസിക്കാം. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലെ ഏത് രാജ്യത്ത് വേണമെങ്കിലും 90 days താമസിക്കാനായിട്ടും പറ്റും. രണ്ടാമത്തെന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ സെറ്റിൽമെൻറ്റ് പെർമിറ്റ്. അപ്പം ഇതുണ്ടെങ്കിൽ നമുക്ക് യൂറോപ്യൻ യൂണിയനിലെ ഏത് രാജ്യത്ത് വേണമെങ്കിലും നമുക്ക് പെർമനൻ്റ് ആയിട്ട് താമസിക്കാനായിട്ട് പറ്റും. ഞാൻ ഇനി മുതൽ ഈ സെറ്റിൽമെൻറ്റ് പെർമിറ്റിനെ PR എന്ന് പറഞ്ഞായിരിക്കും വിളിക്കുന്നത്. കാരണം എനിക്ക് അതാണ് കുറച്ചും കൂടി എളുപ്പം പറയാനായിട്ട്. അപ്പം ഈ PR കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് മിനിമം കണ്ടീഷൻസ് ഉണ്ട്. അത് ആദ്യത്തേന്ന് പറയുന്നത് നമ്മുടെ ജർമ്മനിയിൽ 5 വർഷം മിനിമം നമ്മൾ താമസിച്ചിട്ടുണ്ടായിരിക്കണം. രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഫോറിൻ ഓഫീസ് നമ്മുടെ ലാസ്റ്റ് 3 മാസത്തെ സാലറി സ്ലിപ്പ് അവർ ചോദിക്കും. അപ്പോൾ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. മൂന്നെന്ന് പറയുന്നത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ പെൻഷൻ സ്കീമിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അവർ എല്ലാ മാസവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 4 പറയുന്നത് ഒരു മിനിമം ജർമ്മൻ പ്രൊഫിഷ്യൻസി വേണം. 5 പറയുന്നത് നമുക്കൊരു ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും പാടില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ PRന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാലിഡ് വർക്ക് വിസ ഉണ്ടായിരിക്കണം. അപ്പം ഈ വർക്ക് വിസ എന്ന് പറയുമ്പോഴത്തേന് ഒരു നോർമൽ വർക്ക് പെർമിറ്റും ആകാം, അല്ലെങ്കിൽ ഒരു ബ്ലൂ കാർഡും ആകാം. അപ്പം അതിനെപ്പറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞ് അതിലേക്ക് വരുന്നതായിരിക്കും. ഇത് പറയാൻ കാരണം ഇപ്പം സ്റ്റുഡൻസ് അവരിപ്പം അവരുടെ സ്റ്റുഡൻസ് വിസ വെച്ചോണ്ട് അവർക്ക് PRന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഈവൻ ദോ അവർ 5 വർഷം ഇവിടെ താമസിച്ചെങ്കിൽ പോലും. കാരണം അത് നമുക്കൊരു വാലിഡ് വർക്ക് വിസ വേണം. അപ്പോൾ അവർ ജോലി കണ്ടുപിടിച്ച് ആ വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അവർക്ക് PRന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്കിവിടെ PR കിട്ടണമെങ്കിൽ നമ്മൾ മിനിമം 5 വർഷം ഇവിടെ താമസിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പം ഇവിടെ ചില സെക്ടറിൽ ഹൈലി സ്കിൽഡ് പ്രൊഫഷണൽസിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അതായത് IT, എൻജിനീയറിംഗ്, ഹ്യൂമൻ മെഡിസിൻ, പിന്നെന്താ നാച്ചുറൽ സയൻസ്, അങ്ങനെയുള്ള സെക്ടറിൽ. അപ്പം നോൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങനെ ഈ സെക്ടറിൽ ഹൈലി സ്കിൽഡ് പ്രൊഫഷണൽസിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്ന ഒരു സ്പെഷ്യൽ വർക്ക് പെർമിറ്റാണ് ബ്ലൂ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലൂ കാർഡ് ഹോൾഡേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ 5 വർഷം ഈ PR കിട്ടാനുള്ള കാലാവധി 5 വർഷത്തിൽ നിന്ന് അവർക്ക് കുറയും. അതുപോലെ തന്നെ അവരുടെ സ്പൗസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേന് കുറച്ച് റിലാക്സ്ഡ് കണ്ടീഷൻസ് ആയിരിക്കും. മെയിനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് അവർക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് കാണത്തില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ബ്ലൂ കാർഡ് കിട്ടാനായിട്ടുള്ള മിനിമം റിക്വയർമെൻറ്റ്സിനെ പറ്റിയാണ്. അതിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അപ്പം ആ ഡിഗ്രി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ജർമ്മൻ ഡിഗ്രി ആകാം, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്നിട്ട് ആ ഡിഗ്രി ജർമ്മനിയിൽ റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം. രണ്ടെന്ന് പറയുന്നത് നമുക്കൊരു വാലിഡ് ജോബ് ഓഫർ ഉണ്ടായിരിക്കണം. 3 പറയുന്നത് നമ്മൾ പഠിച്ച ഡിഗ്രി ആയിട്ട് ബന്ധപ്പെട്ട ജോലിയായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. 4 പറയുന്നതും അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും സാലറിയെ പറ്റിയുള്ളതാണ്. അതായത് നമുക്കൊരു മിനിമം 55,200 യൂറോ ഗ്രോസ് സാലറി, അതായത് ആനുവൽ ഇൻകം 55,200 യൂറോ ഉണ്ടായിരിക്കണം. ഇനിയിപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ജോലി ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഷോർട്ടേജ് സ്കിൽഡ് സെക്ടറിലാണെങ്കിൽ ഈ ആനുവൽ ഇൻകം 43,056 യൂറോ മതി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 2 എമൗണ്ടും, അതായത് 55,200 43,056 യൂറോയും ആനുവൽ ഇൻകം ബിഫോർ ടാക്സ് ആണ്. അപ്പം ജർമ്മനിൽ അതിനെ ബ്രുട്ടോ ഗെഹാൾട്ട് എന്നാണ് പറയുന്നത്. ബ്ലൂ കാർഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് PR കിട്ടാനായിട്ടുള്ളൊരു മിനിമം സമയം എത്രയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്.
അപ്പം ഇതിന് കുറച്ച് സമയപരിധികളുണ്ട്. അപ്പം അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് മിനിമം 2 വർഷം തൊട്ട് 3 വർഷം വരെ എടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് ജോബ് സീക്കർ വിസയിൽ 1.5 വർഷം കൂടി ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്ത് ജോലി നോക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു നോൺ യൂറോപ്യൻ രാജ്യത്തിൽ നിന്നും ജർമ്മനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർക്ക് കൂടി ബാധകമാണ്. നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂ കാർഡിന് വേണ്ട മിനിമം റിക്വയർമെൻറ്റ്സ് കൂടാതെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി ഒരു ഷോർട്ടേജ് സ്കിൽഡ് ലേബറിൽ പെടുന്നതാണെങ്കിൽ നിങ്ങളുടെ ഇൻകം 43,056 യൂറോ മിനിമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ കാർഡ് കിട്ടാനായിട്ട് എലിജിബിൾ ആണ്. ഇപ്പം നിങ്ങളുടെ സാലറി ഇതിലും കുറവാണെന്നിരിക്കട്ടെ, അപ്പം നിങ്ങൾക്ക് ഒരു നോർമൽ വർക്ക് പെർമിറ്റ് ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോലി ഷോർട്ടേജ് സ്കിൽഡ് സെക്ടറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി 55,200 യൂറോ മിനിമം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബ്ലൂ കാർഡ് കിട്ടാനായിട്ട് എലിജിബിൾ ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വർക്ക് പെർമിറ്റിൽ നിന്നും PR-ലേക്കുള്ള വഴികളെ പറ്റിയാണ്. നിങ്ങൾക്ക് എത്ര എളുപ്പം PR കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് ബ്ലൂ കാർഡ് ഉണ്ടോ, അതുപോലെ നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, അതും കൂടാതെ നിങ്ങൾ ജർമ്മൻ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആദ്യം നമുക്ക് ബ്ലൂ കാർഡ് ഹോൾഡേഴ്സിൽ നിന്ന് തുടങ്ങാം. ബ്ലൂ കാർഡ് ഹോൾഡേഴ്സിന് ബ്ലൂ കാർഡ് കിട്ടി 21 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് PR-ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് B1 ജർമ്മൻ പ്രൊഫിഷ്യൻസി ഉണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ B1 പ്രൊഫിഷ്യൻസിക്ക് പകരം A1 ലെവലേ ഉള്ളെങ്കിൽ 33 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് PR-ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമുക്ക് നോൺ ബ്ലൂ കാർഡ് ഹോൾഡേഴ്സിലേക്ക് വരാം. നിങ്ങൾക്കൊരു ജർമ്മൻ യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ കൂടാതെ B1 ലെവൽ ജർമ്മൻ ഉണ്ടെങ്കിൽ 24 മാസങ്ങൾ കഴിഞ്ഞ് PR-ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ 3 കാറ്റഗറിയിലും വരാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജനറൽ ക്രൈറ്റീരിയയിൽ പെടും. അതായത് നിങ്ങൾക്ക് ജർമ്മനിയിൽ വന്ന് 5 വർഷം ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് PR-ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളപ്പോൾ PR-ന് എലിജിബിളായി. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് PR-ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ വെക്കേണ്ടതെന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഹൗസ് കോൺട്രാക്റ്റ്, രണ്ടെന്ന് പറയുന്നത് ഹൗസ് ഓണറിൻ്റെ നമ്മൾ ഈ വീട് താമസിക്കാനായിട്ട് എടുത്തു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വേണം. ജർമ്മനിൽ അതിന് വോൺ റൗംസ് ബെസ്റ്റേറ്റിംഗ് എന്നാണ് പറയുന്നത്. 3 പറയുന്നത് ചില ഫോറിൻ ഓഫീസേഴ്സ് നമ്മളോട് യൂട്ടിലിറ്റി ബിൽസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയും. 4 പറയുന്നത് നമ്മുടെ ജോബ് കോൺട്രാക്റ്റ്. 5 പറയുന്നത് നമ്മുടെ 3 മാസത്തെ സാലറി സ്ലിപ്പ്. 6 പറയുന്നത് നമ്മൾ എത്ര നാളായിട്ട് ഇവിടുത്തെ സാറ്റുവേറ്ററി പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ്. ജർമ്മനിൽ അതിന് റെൻറ്റൻ ഫെർസിഷറുങ്സ് ഫെർലൗഫ് എന്നാണ് പറയുന്നത്. ഇനി 7 പറയുന്നത് നിങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പം പല ചാനലുണ്ട് ഈ PR-ന് എലിജിബിൾ ആവാനായിട്ട്. അപ്പോൾ വേണ്ട ജർമ്മൻ പ്രൊഫിഷ്യൻസി, അത് A1 ആണെങ്കിൽ A1ൻ്റെ സർട്ടിഫിക്കറ്റ്, B1 ആണെങ്കിൽ B1ൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ 8 നമ്മുടെ ആപ്ലിക്കേഷൻ ഡോക്യുമെൻ്റ് കൊടുക്കണം. പിന്നെ ഫോട്ടോ, പാസ്പോർട്ട്, പിന്നെ ഒരു കോസ്റ്റ് ഉണ്ട് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അതെന്തോ 100 യൂറോ അല്ലെ 150 യൂറോ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു എമൗണ്ടും കൂടി നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാവരും ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് മാത്രമേ കാണാവുള്ളൂ. എപ്പോഴും നിങ്ങൾ PR എടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ലോക്കൽ ഫോറിൻ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്ത് എന്തൊക്കെ ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നൊന്ന് വെരിഫൈ ചെയ്യുക. അതുപോലെ നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് കൂടി ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഈയിടെ എങ്ങാനും PR എടുത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അപ്പം അത് കാണുന്നവർക്ക് ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അത് എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.